അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد أريناه آياتنا كلها فكذب وأبى. قال أجئتنا لتخرجنا من أرضنا بسحرك يا موسى فلنأتينك بسحر مثله فاجعل بيننا وبينك موعدا. فاجعل بيننا وبينك موعدا لا نخلفه نحن ولا أنت مكانا سوى. قال موعدكم يوم الزينة وأن يحشر الناس ضحى. فتولى فرعون فجمع كيده ثم أتى. قال لهم موسى ويلكم لا تفتروا على الله كذبا كذبا فيسحتكم بعذاب وقد خاب من افترى. فتنازعوا أمرهم بينهم وأسروا النجوى. قالوا إن هذان لساحران يريدان أن يخرجاكم من أرضكم بسحرهما ويذهبا بطريقتكم المثلى فأجمعوا كيدكم ثم أتوا صفا وقد أفلح اليوم من استعلى. صدق الله العلي العظيم. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മയൊക്കെ പടച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന പ്രപഞ്ച സൃഷ്ടാവായ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധമായ വാക്യങ്ങൾ ഏറ്റവും ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാനും പടച്ചറബിൻ്റെ കൽപ്പനകൾക്ക് വഴിപ്പെട്ടുകൊണ്ട് അനുസൃതമായി തഖ്വയോടുകൂടെ ജീവിക്കുവാനും നമ്മയൊക്കെ തുണക്കുമാറാവട്ടെ. റഹ്മാൻ റബ്ബേ, നിൻ്റെ വിശുദ്ധമായ വാക്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും പകർത്തുവാനുമൊക്കെ വേണ്ടി ഞങ്ങൾ നടത്തുന്ന അധ്വാന പരിശ്രമങ്ങളെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ നാഥ. ഈയൊരു കർമ്മത്തിന് വേണ്ടിയിട്ട്
സാമ്പത്തികമായും ശാരീരികമായും സാങ്കേതികമായും വൈജ്ഞാനികമായും ഒക്കെ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മുഴുവൻ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കുമൊക്കെ തന്നെ അർഹമായ പ്രതിഫലം നൽകി നീ അനുഗ്രഹിക്കണമേ റബ്ബേ. സൂറ ത്വാഹ അതിലെ 55 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തിരുന്നത്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും ഹാറൂൺ നബി അലൈഹി സ്വലാം രണ്ടുപേരും കൂടെ ഫിറൗൻ്റെ സദസ്സിലെത്തിയിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് അവിടെ എത്തി അവർ ഫിറൗനോട് ദഅവത്ത് നടത്തുകയാണ്. അതിനു മുമ്പ് ഫിറൗൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതിന് മുമ്പേ തന്നെ വളരെ കൃത്യമായ ഒരു ധാരണ അള്ളാഹു മൂസാക്കും ഹാറൂൻ അലൈഹിമുസ്സലാം രണ്ടുപേർക്കും കൊടുത്തിട്ടുണ്ട്. അത് ഏത് രൂപത്തിലാണ് അദ്ദേഹത്തോട് സംസാരിക്കേണ്ടത്, ഇവരുടെ സംഭാഷണത്തിൻ്റെ സംവാദത്തിൻ്റെ ടോൺ എങ്ങനെയായിരിക്കണം, എന്തൊക്കെ കാണിച്ചുകൊണ്ടാണ്, എന്തൊക്കെ ആയത്തുകളാണ് അവിടെ കാണിക്കേണ്ടത് തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി നിർദ്ദേശം നേരത്തെ നൽകിയിട്ടുണ്ട്. അങ്ങനെ ആ നിർദ്ദേശങ്ങളുമായിട്ട് ഫിറൗൻ്റെ അടുത്തേക്ക് ചെന്ന മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം രണ്ടുപേരും കൂടെ അദ്ദേഹത്തിന് മുമ്പിൽ ചെന്നിട്ട് പറയുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ വളരെ കണിശമായ ചില ചോദ്യങ്ങൾ ഫിറൗൻ ഉന്നയിക്കുന്നുണ്ട്. അതിലൊന്ന്, ആരാണ് നീ പറയുന്ന ദൈവം? ഫമർ റബ്ബുക്കുമാ യാ മൂസ എന്നാണ്. അല്ലയോ മൂസ, ഏതാണ് നിങ്ങൾ രണ്ടുപേരും അവതരിപ്പിക്കുന്ന ദൈവം? കാരണം ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ തന്നെയാണ് അന റബ്ബുക്കുമുൽ അഅല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ദൈവം എന്ന് പറയുന്ന, മാലക്കും മിൻ ഇലാഹിൻ ഗൈരി, ഞാനല്ലാതെ മറ്റൊരു ഇലാഹ് നിങ്ങൾക്കില്ല എന്നൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന ഫിർഔൻ്റെ അടുത്ത് വന്നിട്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് ചോദിക്കുക, ഏതാണ് ഈ റബ്ബ്? ഫമർ റബ്ബുക്കുമാ യാ മൂസ, ഏതാടോ മൂസ നീ പറയുന്ന നാഥൻ എന്നാണ് ചോദിക്കുന്നത്. മറുപടി കൊടുത്തു അവിടെ. അത് റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദ, ഞങ്ങളുടെ നാഥൻ, അത് ഞങ്ങളുടെ റബ്ബ് എന്ന് പറയുന്നത് അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദ, എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുകയും സുമ്മ ഹദ എന്നിട്ട് അതിനെ നേർവഴിക്ക് അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ട് അതിൻ്റെ മാർഗങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തവനാണ്, വഴി കാണിക്കുകയും ചെയ്തവനാണ്. ഇതിലപ്പുറം സംക്ഷിപ്തമായ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന സമഗ്രമായ സ്വഭാവത്തിലുള്ള ഒരു മറുപടി വേറെ പറയാനില്ല. വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അത് പറയുമ്പോൾ അതിന് ഉത്തരമില്ല ഫിറൗൻ്റെ അടുത്ത്. ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് പറയാൻ നിവൃത്തിയില്ല, ചെയ്യൂല എന്ന് പറയാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് തന്നെ വേറെ അതിനെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഫിറൗൻ നടത്തുന്നത്. അവിടെ ചോദിച്ചത്, അടുത്ത ചോദ്യം ചോദിച്ചത്, അങ്ങനെയാണെങ്കിൽ ഫമ ബാലുൽ ഖുറൂനിൽ ഊല, മുൻഗാമികളുടെ അവസ്ഥ എന്താണ്? ഫിറൗൻ ചോദിക്കുകയാണ് മൂസയോട്, മുൻഗാമികളുടെ അവസ്ഥ എന്താണ്? അപ്പോൾ മുൻഗാമികളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവരുടെ കാരണവന്മാരായി നേരത്തെ മരണപ്പെട്ടു പോയ ആളുകളുണ്ട്, പൂർവികരായ ആളുകൾ. ഈ ആളുകളൊക്കെ എന്തായിരിക്കും? നീ ഇപ്പോൾ പറയുന്നതനുസരിച്ച് ഈ ഏകനായ ദൈവത്തിൽ വിശ്വസിക്കുന്നവർ മാത്രമാണ് രക്ഷപ്പെടുന്നവർ എന്നല്ലേ പറയുന്നത്? മരണാനന്തരം ശിക്ഷിക്കപ്പെടും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ നേരത്തെ മരിച്ചുപോയ ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? കാരണം അവരാരും ഈ ദൈവത്തെ അറിയില്ല. അവരൊക്കെ ഞങ്ങളൊക്കെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ആരാധകരായിരുന്നു അവരുടെ അവസ്ഥ എന്താണ്? വലിയൊരു സംഗതിയാണ്. കാരണം ഉത്തരം മുട്ടുന്ന സന്ദർഭങ്ങളിൽ ആളുകളുടെ വികാരങ്ങൾ ഉണർത്തുവാൻ വേണ്ടി പലതരത്തിൽപ്പെട്ട തന്ത്രങ്ങൾ പ്രയോഗിക്കാറുണ്ട് അധികാരികൾ. അതിൽ വലിയ അപകടകരമായൊരു തന്ത്രമാണ് ഫിറൗൻ പ്രയോഗിച്ചത്. ഈ വർഗീയത ഉണർത്തുകയാണ്, ആളുകളുടെ വർഗീയ വികാരം ഉണർത്തി. നിങ്ങളുടെ വാപ്പമാരെ സംബന്ധിച്ച് ഇയാൾ എന്താ പറയുന്നത് നോക്ക് എന്ന് പറഞ്ഞിട്ടാണ് വിചാരിച്ചത്. പക്ഷെ വളരെ മനോഹരമായ മറുപടി ഫിറൗന് അവിടെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കൊടുക്കുകയാണ്. എന്താ അദ്ദേഹം പറയുക? കാരണം അദ്ദേഹം ഒരു പ്രാർത്ഥനയോടുകൂടി അങ്ങോട്ട് വന്നത്. എന്താ പ്രാർത്ഥന? ഫിറൗൻ്റെ അടുത്തേക്ക് പോവാൻ പറഞ്ഞപ്പോൾ തന്നെ നല്ലൊരു ദുആ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. റബ്ബി ഷ്റഹ്ലി സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. വലിയൊരു വമ്പൻ്റെ അടുത്തേക്കാണ് ഞാൻ പോകുന്നത്. വളരെ നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവ് എനിക്ക് നൽകണം, സ്ഫുടത നൽകണം. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ആളുകൾക്ക് ഗ്രഹിക്കാൻ പാകമാവുന്ന രൂപത്തിലുള്ള നല്ല പ്രഭാഷണ വൈഭവം എനിക്ക് നൽകണം. ഇതൊക്കെയാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല വാക്കുകൾ അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇൽമുഹാ ഇൻദ റബ്ബി ഫീ കിതാബ്,
ഇവരെ സംബന്ധിച്ച് പൂർവികരുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വെച്ച് പറയാനൊന്നുമില്ല. അവരുടെ ജ്ഞാനം, അവരെ സംബന്ധിച്ചുള്ള അറിവ്, അത് എൻ്റെ റബ്ബിൻ്റെ അടുക്കൽ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. ലാ യളില്ലു റബ്ബി വലാ യൻസ. എൻ്റെ റബ്ബ് ഒരിക്കലും തന്നെ മറന്നു പോകുന്നവനോ അല്ലെങ്കിൽ തെറ്റായി രേഖപ്പെടുത്തുന്നവനോ അല്ല. വളരെ കൃത്യ ഉത്തരം. മറ്റുള്ളവർക്ക് ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും എന്നാണല്ലോ ചോദ്യം. അവരുടെ അവസ്ഥയെ സംബന്ധിച്ച് നമ്മൾ ബേജാറാവേണ്ടതില്ല. അത് എൻ്റെ റബ്ബിൻ്റെ അടുത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നുണ്ട്. എൻ്റെ റബ്ബിൻ്റെ പ്രത്യേകത ലാ യളില്ലു, ഒരിക്കലും തെറ്റിപ്പോവില്ല. സാധാരണഗതിയിൽ നമുക്കൊക്കെ തെറ്റിപ്പോവാറുണ്ട്. പലരും പല കാര്യങ്ങൾ അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് വേറെ ഒന്നിലേക്ക് ചിലപ്പോൾ കയറി പോകാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെയൊന്നും സംഭവിക്കൂല. വലയൻസ, മറന്നു പോവുകയുമില്ല എന്ന് കൃത്യമായ ഉത്തരം നൽകി. അങ്ങനെ ചോദ്യങ്ങൾക്കൊക്കെ വളരെ കൃത്യമായ മറുപടി നൽകിയിട്ട് അള്ളാഹു ആരാണെന്ന് വൃത്തിയിൽ പരിചയപ്പെടുത്തിയിട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്താണ് ഇനി ഫിർഔൻ തുടർന്ന് ഇദ്ദേഹത്തോട് പറയുന്നത് എന്നാണ് അടുത്ത ആയത്തിൽ പറയുന്നത്. 56-ാമത്തെ ആയത്താണ് നമുക്ക് എടുക്കാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് അറൈനാഹു ആയാതിനാ കുല്ലഹാ ഫകദ്ദബ വഅബാ. അങ്ങനെ ഫിർഔന്റെ മുമ്പിൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയും തൻ്റെ സഹോദരൻ ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം രണ്ടുപേരും എല്ലാ ദൃഷ്ടാന്തങ്ങളും കാണിച്ചു. അത് ഒരു ദിവസം ആയിക്കൊള്ളുന്നില്ല, വ്യത്യസ്ത സന്ദർഭങ്ങളിലായിരിക്കാം. ഏതായാലും ഫിർഔന്റെ മുമ്പിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി സകല ആയത്തുകളും കാണിച്ചു. അതാണ് വലഖദ് അറൈനാഹു. അറൈന, എന്ന് പറഞ്ഞാൽ കണ്ടു, അറ കാണിച്ചു. അറൈനാഹു, നാം അവനെ കാണിച്ചു. ആയാത്തിന, നമ്മുടെ ആയത്തുകൾ. അള്ളാഹു പറയാ വലഖദ് അറൈനാഹു ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ, ആയത്തുകൾ അവനെ കാണിച്ചു. കുല്ലഹ, എല്ലാ തരത്തിൽപ്പെട്ട ആയത്തുകൾ. ഫകദ്ദബ വഅബാ, പക്ഷേ അവൻ അഥവാ ഫിർഔൻ കദ്ദബ, അത് കളവാക്കുകയാണ് ചെയ്തത്, നിഷേധിക്കുകയാണ് ചെയ്തത്. വഅബാ, വിസമ്മതിക്കുകയും ചെയ്തു. ആയത്തുകൾ എന്തൊക്കെയാണ് കാണിച്ചതെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ വരിക മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു അമാനുഷികമായി അല്ലെങ്കിൽ മുഅ്ജിസത്തായിട്ട് നൽകിയ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാകുന്ന അദ്ദേഹത്തിൻ്റെ വടിയാണ്. ആ വടി നിലത്തിടുന്ന സന്ദർഭത്തിൽ സർപ്പമായി മാറുന്നു എന്നുള്ളതാണ്. വേറൊന്ന്, അദ്ദേഹത്തിൻ്റെ കൈയാണ്. കക്ഷത്തിൽ വെച്ചെടുക്കുന്ന സമയത്ത് നല്ല വെട്ടിത്തിളങ്ങുന്ന പ്രകാശം ചൊരുത്തുന്ന ഒരു കൈയായിട്ട് മാറുന്നു എന്നുള്ള. ഇത് രണ്ടും മാത്രമല്ല, തൊട്ട് മുന്നേ പറഞ്ഞ ആയത്തുകൾ എന്താ? അത് ഒന്ന് റബ്ബിനെ പരിചയപ്പെടുത്തി. റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. അതിന് മുമ്പിൽ എന്ത് ആയത്താ വേറെ വേണ്ടത്? എല്ലാ വസ്തുക്കൾക്കും അതിൻ്റെതായൊരു സൃഷ്ടിഘടന ഉണ്ടല്ലോ. ഓരോന്നിനും പറ്റിയ കോലത്തിൽ അതിനെ സൃഷ്ടിച്ചവനാണ് എൻ്റെ റബ്ബ്. റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. എന്നിട്ട് ഓരോന്നിൻ്റെയും ധർമ്മം നിശ്ചയിച്ചു കൊടുത്തുന്ന കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായി പറയുകയുണ്ടായി. അത് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അല്ലദീ ജഅല ലക്കുമുൽ അർള മഹ്ദ, നിങ്ങൾക്ക് ഭൂമിയെ മഹ്ദ്, ഒരു തൊട്ടിൽ പോലെ സുഖകരമാക്കി സൗകര്യപ്രദമാക്കി തന്നു. അതുപോലെ തന്നെ അതിൽ സലക്കലക്കും, നിങ്ങൾക്ക് വഴികൾ ഉണ്ടാക്കി തന്നു. സലക്കലക്കും ഫിഹാ സുബുല, ധാരാളം വഴികൾ ഉണ്ടാക്കി തന്നു. വ അൻസല മിനസ് സമാഇ മാഅൻ, ആകാശത്തു നിന്ന് മഴ വർഷിപ്പിച്ചു. എല്ലാം പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ ആയത്താ. ഇത് അവർക്ക് മാത്രമല്ല, ലോകത്തുള്ള സകല മനുഷ്യർക്കും പടച്ച റബ്ബിനെ കണ്ടെത്താനുള്ള ആയത്താണ്. അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ പറയാനുള്ള ആയത്തുകളാണ്, പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങളാണ്. അതൊക്കെ പറഞ്ഞു കൊടുത്തു, കാണിച്ചു, അംഗീകരിച്ചില്ല. അതിന് പുറമെയാണ് ഈ രണ്ട് ദൃഷ്ടാന്തങ്ങൾ വേറെ തന്നെ കാണിച്ചു കൊടുക്കുന്നത്. അതും അംഗീകരിച്ചില്ല. എല്ലാ ആയത്തുകളും നോക്ക്. വലഖദ് അറൈനാഹു ആയാതിനാ കുല്ലഹാ ഫകദ്ദബ വഅബാ. അവനെ എല്ലാ തരത്തിൽപ്പെട്ട ദൃഷ്ടാന്തങ്ങളും കാണിച്ചു, പക്ഷേ അയാൾ അംഗീകരിച്ചില്ല. കദ്ദബ വഅബാ, കളവാക്കുകയും വിസമ്മതിക്കുകയുമാണ് ചെയ്തത്. അതിന് കാരണം എന്താണെന്നറിയോ? അഹങ്കാരമാണ്. ഞാൻ അവിടുത്തെ വലിയ ആള്, എന്നെ പറ്റിക്കാനൊന്നും ആരും ആയിട്ടില്ല, എനിക്ക് അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല, അതൊക്കെ വേറെയാണ്. എല്ലാത്തിനെയും കവച്ചു വെക്കുന്ന അഹങ്കാരം. എന്നിട്ട് പറയും, നോക്ക്, ഫിറൗൻ ഈ അഹങ്കാരത്തോട് പറയണം, ഖാല അജിതനാ ലിതുഖ്രിജനാ മിൻ അർളിനാ ബിസിഹ്രിക യാ മൂസാ. വളരെ കൃത്യമായ
ആയത്തുകളാണ്, ദൃഷ്ടാന്തങ്ങളാണ്, സുവ്യക്തമായ ദൃഷ്ടാന്തങ്ങളാണ് ഫിർഔന്റെ മുമ്പിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവതരിപ്പിച്ചത്. പക്ഷേ അത് അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത ഫിർഔൻ എന്താ പറഞ്ഞെന്നറിയോ? ഇതൊക്കെ അദ്ദേഹം പറയാണ്, അജിത്തന, നീ ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കുകയാണോ? ജാ എന്ന് പറഞ്ഞാൽ വന്നു, ജിത്തന, നീ ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കുകയാണോ? ലിതുഖ്രിജന, അഖ്റജ എന്ന് പറഞ്ഞാൽ പുറത്താക്കുക എന്നാണ്. ലിതുഖ്രിജന, ഞങ്ങളെ നീക്ക് പുറത്താക്കാൻ വേണ്ടി വന്നതാ ഞങ്ങളുടെ അടുത്ത്. മിൻ അർളിന, ഞങ്ങളുടെ ഈ രാജ്യത്ത് നിന്ന്, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കാൻ വേണ്ടി ഞങ്ങളുടെ അടുത്ത് വന്നതാണോ നീ? 3 പ്രാവശ്യം ഞങ്ങൾ എന്നുണ്ട്. അജിത്തന, ഞങ്ങൾ, എന്നെ എന്നല്ല പറയുന്നത്, കാരണം ഒരു പൊതുവികാരം ഉണർത്തേണ്ടതുണ്ട്. ഞങ്ങൾ, അജിത്തന ലിതുഖ്രിജന മിൻ അർളിന, ഞങ്ങളെ അടുത്ത് വന്നിരിക്കുകയാണോ? ആരെ ഞങ്ങൾ എന്ന് ചോദിച്ചാൽ അവിടുത്തെ ഈ വരേണ്യവർഗമാണ്, കിബിത്തികളാണ്. ഇസ്രായേലിയരല്ലാത്ത മുഴുവൻ ആളുകളും ഉൾക്കൊള്ളാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്ന പദങ്ങളാണ് അജിത്തന ലിതുഖ്രിജന മിൻ അർളിന. എന്നെ നാട്ടിൽ നിന്ന് പുറത്താക്കാനല്ല, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി നീ ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കുകയാണോ? എങ്ങനെ പുറത്താക്കാൻ? ബിസിഹരിക യാ മൂസ, ബിസിഹരിക്, നിന്റെ ഈ സിഹർ കൊണ്ട്, മാജിക്കാണ്, മാന്ത്രിക വിദ്യ കൊണ്ട് മൂസ നീ ഞങ്ങളുടെ നാട്ടിൽ നിന്നും പുറത്താക്കാൻ വന്നവനാണോ എന്നാണ് ചോദ്യം. ചോദ്യത്തിൽ കുറേ അർത്ഥമുണ്ട്. ചോദിക്കുന്നത് ഫിർഔന, അവിടുത്തെ ചോദ്യം ചെയ്യപ്പെടാത്ത ഭരണാധികാരിയാണ്. ആരോടാ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഇന്നലെ വരെ ഫിർഔന്റെ കൊട്ടാരത്തിൽ തന്നെ വളർന്ന ബനു ഇസ്രായേൽ സമുദായത്തിൽപ്പെട്ട മൂസയോടാ ചോദിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ പ്രവാചകനായി വന്നിരിക്കുകയാണ്. ഇത് അദ്ദേഹത്തിൻ്റെ നേരത്തെ കുറേ ആയത്തുകളൊക്കെ കാണിച്ചു, അതിനൊന്നും മറുപടി ഇല്ല കേട്ടോ, ശരിക്കും ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔന്റെ അടുത്തേക്ക് ധാരാളം ദൃഷ്ടാന്തങ്ങളുമായിട്ടാണ് മൂസാ നബിയെ അയക്കുന്നത്. അതിൽ നേരത്തെ പറഞ്ഞ ദൈവികമായ ഈ പ്രപഞ്ചത്തിലെ പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങളുണ്ട്, അതൊക്കെ പറഞ്ഞു കൊടുത്തു. മറുപടിയില്ല. അതൊക്കെ ഞാൻ ചെയ്യുമെന്ന് പറയണ്ടേ? കഴിയില്ല. മാത്രമല്ല, രണ്ടാമത് സുവ്യക്തമായിട്ട് ഇവൻ്റെ മുമ്പിൽ നേരെ കാണിക്കാൻ പറ്റിയ ഈ 2 ദൃഷ്ടാന്തങ്ങൾ വേറെയും കൊടുത്തു. അപ്പോൾ ഇയാൾ പിടിച്ചത് എന്തിനാണെന്നറിയോ? ഇതിന് മറുപടി പറയാനില്ലാത്തത് കൊണ്ട് വേറെ ചില വികാരങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ മുമ്പിൽ ഈ സമകാലിക ലോകത്ത് ഇന്നും അതിന് തെളിവുകളുണ്ട്. ഒരു കാര്യത്തിൽ ഏകാധിപതികൾ ഉത്തരം മുട്ടുന്ന സന്ദർഭത്തിൽ സ്വാഭാവികമായിട്ടും വികാരങ്ങളെ, വർഗീയതയെ ആളിക്കത്തിക്കാനുള്ള എന്തെങ്കിലും ഒരു ഉപായം അവർ കണ്ടെത്തും. ഇവിടെ ഫിർഔൻ കണ്ടെത്തിയ അതേ തന്ത്രമാണ്. ആ തന്ത്രമാണ് ഇന്നും ഏകാധിപതികൾ പയറ്റിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. എന്താ പറഞ്ഞു നോക്ക്, അജിത്തന ലിതുഖ്രിജന മിൻ അർളിന ബിസിഹരിക യാ മൂസ, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഞങ്ങളെ നിന്റെ സിഹിർ ഉപയോഗിച്ചുകൊണ്ട് പുറത്താക്കാനാണോ നിന്റെ ഭാവം? ഇതാ ചോദിക്കുന്നത്. അപ്പം ഇങ്ങനെ സിഹിർ ഉപയോഗിച്ചിട്ട് ആരെങ്കിലും പുറത്താക്കുമോ? ഒന്ന് ആലോചിച്ചോങ്ങൾ. സിഹിർ എന്ന് പറഞ്ഞാൽ മരണമാണ്, ജാലവിദ്യയാണ്, മാജിക്കാണ്. ആ സിഹിർ ഉപയോഗിച്ചിട്ട് അക്കാലം വരെയല്ല, പിന്നീട് ഒരു കാലത്തും ഏതെങ്കിലും ഒരു രാജ്യം ആ മാരണക്കാർ പിടിച്ചെടുത്തായിട്ട് സിഹിർ ഒരു ചരിത്രവും ഇല്ല. മാജിക്കിൻ്റെ ആൾക്കാരൊക്കെ എന്തിനാ മാജിക്ക് കാണിക്കുന്നത്? മാരണക്കാരെന്തിനാ? ഓരോ ഉപജീവന മാർഗത്തിന് കാണിക്കുക ആ സാധനം. നമ്മൾ മനസ്സിലാക്കണോ? ഇവിടെ ഉപജീവന മാർഗമല്ല ഇവർ രണ്ടുപേരും വന്നത്. മാത്രമല്ല, അധികാരം പിടിച്ചെടുക്കാൻ ഇവരുടെ കയ്യിൽ എന്തെങ്കിലും ഒന്ന് വേണ്ടേ? ഒരു തരത്തിൽപ്പെട്ട പിൻബലവും പ്രത്യക്ഷത്തിലില്ല, സൈന്യത്തിൻ്റെ പിൻബലം ഒന്നുമില്ല, അവർക്കില്ല. എന്നിട്ടും ഫിർഔൻ അവരെ നോക്കി പറയുകയാണ്, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണോ ഞങ്ങളുടെ അടുത്ത് നീ വന്നതാണ് ചോദ്യം. അജിത്തന ലിതുഖ്രിജന മിൻ അർളിന ബിസിഹ്രിക യാ മൂസ. എന്നിട്ട് വീണ്ടും പറഞ്ഞു ഫിർഔൻ, ഫലനതിയന്നക ബിസിഹ്രിൻ മിസ്ലി ഫജഅൽ ബൈനനാ വബൈനക മൗഇദൻ ലാ നുഖ്ലിഫുഹു നഹ്നു വലാ അൻത മകാനൻ സുവാ. എന്താ പറഞ്ഞെന്നറിയോ? അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നിന്റെ സിഹിർ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളെ പുറത്താക്കാനാണോ എന്ന ഭാവം എന്ന് ചോദിച്ചപ്പോൾ അത് ആളുകളെ ആകർഷിക്കാൻ സാധ്യതയുള്ളൊരു മുദ്രാവാക്യം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പല രാജ്യങ്ങളിലും ഫാഷിസ്റ്റ് ശക്തികൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയുണ്ട്. അത് ഒരു വർഗീയ വികാരം ഉണ്ടാക്കി തീർക്കുകയാണ്. നമ്മളെന്നൊക്കെ പറയുമ്പോൾ ഇവർ ശരിക്കും അതിൽപ്പെട്ട ഒന്നുമല്ല, വേറെ തന്നെ ഒരു വരേണ്യ വർഗമാണ്. പക്ഷേ നമ്മൾക്ക് തീണ്ടിക്കൂടാത്തവരും തൊട്ടുകൂടാത്തവരും ഒക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ നമ്മൾ എന്നുള്ള ഗണത്തിൽ പെടുത്തിയിട്ട് അവരോടൊക്കെ പിന്തുണ കിട്ടണമല്ലോ. അതിനുവേണ്ടി പറയുകയാണ് നമ്മളൊക്കെ ഇവിടുന്ന് പുറത്താക്കുക. അതിന് വലിയ സ്വാധീനം അവിടെ ചെലുത്താൻ സാധ്യത ഉണ്ട്. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, ഒന്ന്,
നേരത്തെ ഈ ഈജിപ്തിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം, നമുക്കറിയാം മൂസാ നബിയുടെ പൂർവികനാണ് അദ്ദേഹം. ഇവിടെ വന്നിരുന്നു, അദ്ദേഹം ഫലസ്തീനിൽ വന്നതാണ്. വന്ന് നല്ല വ്യക്തിയായതുകൊണ്ട് ഈജിപ്തിൻ്റെ അധികാരത്തിൽ തന്നെ വലിയ പങ്കാളിത്തം അദ്ദേഹത്തിന് കിട്ടി. അധികാരത്തിലേറിയ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഏറ്റവും നല്ല ഭരണം കാഴ്ചവെച്ചു, വലിയ ജനസമ്മതി നേടിയിട്ടുണ്ട്. ആ അധികാരം അന്ന് കിബിത്തികളിൽ നിന്ന് എങ്ങനെയാണോ ബനു ഇസ്രായേലിൽ പിടിച്ചെടുത്തത് എന്നാണ് ഇയാൾ വ്യാഖ്യാനിക്കുന്നത്. അതുപോലെ ഇവർ വീണ്ടും വരികയാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾ ഞങ്ങളെ ഭരിച്ച ആളുകൾ ഇതാ വീണ്ടും ഭരണം തട്ടിയെടുക്കാൻ വരികയാണ്. അങ്ങനെ അവരെങ്ങാനും വന്നാൽ നമ്മുടെ മുഴുവൻ സംസ്കാരങ്ങൾ നശിപ്പിക്കപ്പെടും, നമ്മൾ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടും. വലിയ ഭീഷണിയാണ് ഇത്. നമ്മുടെ കാലത്ത് വായിച്ചെടുക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല ഫിർഔന്റെ ഈ സംഭവത്തിൽ നിന്നും. അങ്ങനെ പറയാണ്. അത് പറഞ്ഞപ്പോൾ വലിയ സ്വാധീനം കിട്ടാനുള്ള സാധ്യതയുണ്ട്, സ്വീകാര്യത കിട്ടാനുണ്ട് ഈ മുദ്രാവാക്യത്തിന്. എന്നിട്ട് പറഞ്ഞു ഫിറഔൻ, അതുകൊണ്ട് മൂസ ഫലനഅതിയന്നക ബിസിഹ്രിൻ മിസ്ലിഹി, നിനക്ക് നഅതിയന്നക ഞങ്ങളും കാണിക്കും നിന്റെ അടുത്ത്, ബിസിഹ്രിൻ മിസ്ലി ഇതുപോലുള്ള കൺകെട്ട് വിദ്യകൾ, ഇതുപോലുള്ള സിഹർ മാരണങ്ങൾ ഞങ്ങളും കൊണ്ടുവരും. വെല്ലുവിളിയാ. ഫലനഅതിയന്നക ബിസിഹ്രിൻ മിസ്ലി, അതുകൊണ്ട് ഫജഅൽ ബൈനനാ വബൈനക മൗഇദ, ഇജ്അൽ തീരുമാനിച്ചോളൂ, ആക്കിക്കോളൂ, ബൈനനാ വബൈനക ഞങ്ങൾക്കും നിനക്കുമിടയിൽ നീ ഉണ്ടാക്കുക, തീരുമാനിക്കുക, മൗഇദ് ഒരു തീയതി നിശ്ചയിക്കുക, ഒരു അവധി വെക്കുക, ഒരു നിശ്ചിതമായ സമയം അറിയിക്കുക. എന്തിന് ലാ നുഖ്ലിഫുഹു നഹ്നു വലാ അൻത, ആ തീയതി നമ്മൾ രണ്ടു കൂട്ടരും ലംഘിക്കാൻ പാടില്ല. ലാ നുഖ്ലിഫുഹു, ആ മൗഇദ് ഉണ്ടല്ലോ, നിശ്ചിതമായ സമയം, നിശ്ചിതമായ തീയതി, അത് നമ്മൾ ലംഘിക്കരുത്. നഹ്നു ഞങ്ങളും ലംഘിക്കരുത്, വല അൻത നീയും ലംഘിക്കരുത്. ഫിറഔൻ പറയാ മൂസയോട് മക്കാനൻ സുവ എന്ന് മാത്രമല്ല, അത് നടക്കുന്നത് ഒരു നല്ല നിരന്ന പ്രദേശത്തായിരിക്കണം. മക്കാനൻ സുവ എന്നാണ്, നിരപ്പായ ഒരു പ്രദേശത്ത്, അല്ലെങ്കിൽ ഏറ്റവും പറ്റിയ കേന്ദ്രസ്ഥാനത്ത് എന്നും പറയാം. സുവ എന്ന് പറഞ്ഞാൽ മധ്യത്തിലായിരിക്കണം. എന്താ പറഞ്ഞത്? മൂസാ നബിയോട് ഫിറോൻ പറയാണ്, നീ കൊണ്ടുവന്ന സിഹിറിനെ വെല്ലുന്ന സിഹിർ ഞങ്ങളും ചെയ്യും. ഇവിടെ ഏതാ സിഹിർ എന്ന് പറയുന്നത് വെച്ചാൽ, ഈ വടിയിട്ടിട്ട് പാമ്പാക്കലും കൈ കക്ഷത്ത് വെച്ചെടുത്തിട്ട് വെളുപ്പിക്കലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞങ്ങൾക്കും ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് ഒരുങ്ങിക്കോ, നമുക്കൊരു മത്സരമാവാം. ഇതാണ് പറയുന്നത്. ഫലനഅതിയന്നക തീർച്ചയായിട്ടും ഞങ്ങൾ നിനക്ക് കാണിച്ചു തരാം, ബിസിഹ്രിൻ മിസ്ലിഹി ഇതുപോലുള്ള സിഹർ. ഫജഅൽ അതുകൊണ്ട് ഇജ്അൽ ബൈനനാ വബൈനക മൗഇദ നമുക്കും ഞങ്ങൾക്കും നിനക്കുമിടയിൽ ഒരു മൗഇദ്, ഒരു തീയതി, ഒരു സമയം, ഒരു സ്ഥലം എന്നൊക്കെ പറയാം. മൗഇദ് എന്ന് പറഞ്ഞാൽ നിശ്ചയിക്കുക. ലാ നുഖ്ലിഫുഹു നഹ്നു വലാ അൻത, അത് നമ്മളും ലംഘിക്കരുത്, നീയും ലംഘിക്കരുത്. മക്കാനൻ സുവ, അത് നിരന്ന ഒരു സ്ഥലത്ത്, എല്ലാവർക്കും കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ എല്ലാവർക്കും എത്തിച്ചേരാൻ പറ്റുന്ന ഒരു കേന്ദ്ര ഭാഗത്ത് ആയിരിക്കണം. ഖാല മൗഇദുകും യൗമുസ്സീന വഅൻ യുഹ്ശറന്നാസു ളുഹാ. മൂസാ നബി എത്ര ഫോമിലാണെന്നറിയാം അവിടെ നിൽക്കുന്നത്. ആരുമില്ല കൂടെ. ഈ ഹാറൂൻ നബിയും മൂസാ നബി രണ്ടാണ് മാത്രം. അതിന് ഹാറൂനെ ചോദിച്ചു വാങ്ങിയതാ. മുഴുവൻ അവിടെ ഫിർഔന്റെ ആധിപത്യമാണ്, അവരുടെ കൊട്ടാരത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ ഭയങ്കര ധൈര്യത്തിലാണ്. ഏതാ ധൈര്യം എന്നറിയോ? ഇന്നലെ പ്രസംഗിച്ച പ്രതിപക്ഷ നേതാവ് പറഞ്ഞില്ല, ആ ആയത്ത് ഇതിൽപ്പെട്ട ആയത്താണ്, കുറച്ച് മുമ്പ് പഠിച്ചു. ഇന്നി മഅകുമാ അസ്മഉ വ അറാ. പേടിക്കരുത്, ലാ തഖാഫ ഭയപ്പെടരുത്, ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. ഇന്നി മഅകുമാ അസ്മഉ വ അറാ, എല്ലാം കേട്ട് എല്ലാം കണ്ട് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ടാവുന്ന അള്ളാഹു കൊടുത്തൊരു ഉറപ്പുണ്ട് മൂസാ നബിക്കും ഹാറൂനും. ആ ഉറപ്പിന്റെ ബലത്തിലാ ധീരതയോട് നിൽക്കുക. ആദ്യത്തെ വെല്ലുവിളി ഫിറഔന്റെ ഭാഗത്തുനിന്നാ. നിശ്ചയിച്ചോ ഒരു തീയതി, നമുക്കൊന്ന് ഏറ്റുമുട്ടാം, ഞങ്ങൾ ഇതിനേക്കാൾ നല്ല ഗംഭീരമായ സിഹ്ർ ചെയ്ത് കാണിച്ചു തരാം, തീയതി നിശ്ചയിച്ചോ. അത് പറഞ്ഞ് തീരേണ്ട സമയം ബാക്കി സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യുന്ന മൂസാ നബിയാ. എന്താ പറയുന്ന നോക്ക്, വളരെ ശുഭപ്രതീക്ഷയോടുകൂടി പറയാണ്. ഖാല മൗഇദുകും യൗമുസ്സീന വഅൻ യുഹ്ശറന്നാസു ളുഹാ. ഓക്കേ, അഗ്രീഡ്, സമ്മതിച്ചു കഴിഞ്ഞു. മൗഇദുകും യൗമുസ്സീന, നിങ്ങൾ ഈ പറയുന്ന അവധി ഉണ്ടല്ലോ, അത് മൗഇദുകും നിങ്ങളുടെ ഈ നിശ്ചിതമായ ദിവസം, യൗമുസ്സീന ആളുകൾക്ക് എല്ലാവർക്കും ആഘോഷത്തിന്റെ ദിവസം തന്നെയാണ്. അവിടെ സീനത്ത് എന്ന് പറഞ്ഞാൽ അലങ്കാരം എന്നാണ്, ആഘോഷം എന്നൊക്കെ അർത്ഥമുണ്ട്. ആളുകൾക്കെല്ലാം ആഘോഷത്തിന്റെ ആ ഉത്സവത്തിന്റെ നാൾ തന്നെ ആവട്ടെ. വഅൻ യുഹ്ശറന്നാസു ളുഹാ,
അതിന് ടൈമും കൂടി നമുക്ക് വെക്കാം. വെന്യൂ തീരുമാനമായി, അതിന് ഡേറ്റ് തീരുമാനിച്ചു, ടൈം എപ്പോഴായിരിക്കണം? അത് ലുഹ സമയത്താവണം. ഏതാ ലുഹ? പൂർവാഹനമാണ്, നട്ടുവെച്ചാവാൻ പാടില്ല, നേരം അതിരാവിലെ ആവാൻ പറ്റൂല, അതിൻ്റെ ഇടയ്ക്കുള്ള സമയം. ആളുകൾക്കൊക്കെ പകൽ വെളിച്ചത്തിൽ വളരെ കൃത്യമായിട്ട് കാണാൻ കഴിയും. സാധാരണ മജീഷ്യൻസ് അവരുടെ പരിപാടി അവതരിപ്പിച്ച് രാത്രിയിൽ, ഞങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടാവും. കാരണം അവരുടെ പരിപാടിയൊക്കെ ഒപ്പിക്കണമെങ്കിൽ, ചില കാര്യങ്ങളൊക്കെ നിൽക്കണമെങ്കിൽ രാത്രിയല്ല ആ പരിപാടി നടക്കുക. അതുപോലെ പ്രത്യേകമായ സ്ഥലമൊക്കെ ഒരു തിരഞ്ഞെടുക്കും. മുകളിൽ നിന്ന് നോക്കിയിട്ട് ആൾക്കാർ നോക്കുകയാണ്, ചിലപ്പോൾ അത് മാജിക്കൊക്കെ പൊളിയാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിന് പറ്റിയ സ്ഥലവും സമയമൊക്കെ അവർ തീരുമാനിക്കുള്ളൂ. മൂസാ നബി പറഞ്ഞ സമയം ഏതാ അറിയോ? ലുഹ സമയം. ലുഹ സമയം എന്ന് മാത്രമല്ല, ഏതാ ദിവസം എന്ന് വെച്ചാൽ എല്ലാവർക്കും വരാൻ പറ്റണം. ഒരു പബ്ലിക് ഹോളിഡേയാണ്. മൗഇദുക്കും യൗമുസ്സീന, ഉത്സവത്തിൻ്റെ നാളാണ് ആ ദിവസം. യൗമുസ്സീന വ അൻ യുഹ്ശറന്നാസു ലുഹ, അന്ന് ജനങ്ങളെല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടണം. എന്നുവെച്ചാൽ മുഴുവൻ ആളുകളെ അറിയിക്കണം. മൂസാ നബി കിട്ടിയ ചാൻസാ. കാരണം മൂസാ നബിക്ക് അറിയാം, എൻ്റെ കയ്യിലുള്ളത് സിഹ്റല്ല, എൻ്റെ പടച്ച റബ്ബ് എന്നെ ഏൽപ്പിച്ച ദൈവികമായ ദൃഷ്ടാന്തമാണ്, മുഅ്ജിസത്താണ്. ഇതിനെ വെല്ലാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല എന്ന് മൂസാ നബിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് വെല്ലുവിളി ഏറ്റെടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു, എല്ലാവർക്കും വരാൻ പറ്റുന്ന യൗമുസ്സീന, ഉത്സവ നാളിൽ, ഒരു പൊതു അവധി ദിനത്തിൽ ആയിരിക്കണം ഇത്. അത് പകൽ വെളിച്ചത്തിലായിരിക്കണം, എല്ലാവർക്കും കാണാൻ കഴിയണം, നല്ല നിരപ്പായ സ്ഥലത്തായിരിക്കണം, മുഴുവൻ ആളുകളും വരട്ടെ. ഒന്നും ഒരുങ്ങാനില്ല മൂസാ നബിക്ക്, ഓൾറെഡി അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ഇനി വേറെ പരിശീലനമൊന്നും വേണ്ട. പക്ഷെ ഇവരെന്താ ചെയ്തു നോക്ക്. ഫതവല്ലാ ഫിർഔനു ഫജമഅ കൈദഹു സുമ്മ അതാ. ഓക്കെ, തീരുമാനിക്കപ്പെട്ടു. ഉടനെ തന്നെ ഫിർഔൻ അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുക. ജയിക്കണല്ലോ. ഫതവല്ല ഫിർഔൻ, അങ്ങനെ ഫിർഔൻ പിന്തിരിഞ്ഞു. എന്ന് പറഞ്ഞാൽ പിന്തിരിഞ്ഞാൽ മത്സരത്തിൽ പിന്തിരിഞ്ഞൊന്നുമല്ല, ഇവിടുന്ന് ഓക്കെ ഇത് പറഞ്ഞ് ആഗ്രഹിച്ച് അദ്ദേഹം പിരിഞ്ഞുപോയി. തവല്ല ഫിർഔൻ ഫജമഅ കൈദഹു, എന്നിട്ട് ജമഅ ഒരുമിച്ച് കൂട്ടുകയാണ്, കൈദഹു അവൻ്റെ സകലമാന തന്ത്രങ്ങളും, സുമ്മ അതാ എന്നിട്ട് വന്നു. തവല്ല, ജമഅ, അതാ, മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, ഇവിടുന്ന് ഇപ്പം പിരിഞ്ഞു, വേഗത്തിൽ തന്നെ പിരിഞ്ഞു പോകണം. കാരണം അടുത്ത ഈ ദിവസത്തേക്ക് എല്ലാ ഒരുക്കങ്ങളും തയ്യാറാക്കണം. കുറേ ഒരുക്കങ്ങളുണ്ട്. മൂസാ നബിക്ക് ഒരുങ്ങാനൊന്നുമില്ല, അള്ളാഹു കൊടുത്ത സാധനങ്ങളൊക്കെ ഉണ്ട്, അവിടെ ഉണ്ട്. തവല്ല ഫിർഔൻ, ഫിർഔൻ പിൻവാങ്ങി. ഫജമഅ കൈദഹു, എന്നിട്ട് തൻ്റെ തന്ത്രങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടി. സുമ്മ അതാ, എന്നിട്ട് വന്നു. എന്താ ഈ തന്ത്രങ്ങൾ ഒരുമിച്ച് കൂട്ടി ഇവിടെ വിശദീകരിച്ചിട്ടില്ല. വേറെ സൂറത്തിൽ അശ്ശുഅറായിലും അറാഫിലും ഒക്കെ പറയുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ, രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വിളംബരം ചെയ്തു. രാജകീയ വിളംബരക്കാർ ഇങ്ങനെ വിളംബരം ചെയ്തു കൊണ്ടിരിക്കുകയാണ്. എന്താണെന്നറിയോ? മുഴുവൻ ആളുകളും, മാന്ത്രിക വിദ്യ അറിയുന്ന മുഴുവൻ ആളുകളും കൊട്ടാരത്തിൽ ഹാജരാവണം. സിഹിർ അറിയുന്ന മുഴുവൻ ആളുകളും കൊട്ടാരത്തിൽ ഹാജരാവണം. മുഴുവൻ മജീഷ്യൻസിനെയും ഒരുമിച്ച് കൂട്ടിയാണ്. ജമഅ കൈദഹു സുമ്മ അത, അങ്ങനെ എല്ലാവരും വന്ന ആളുകളൊക്കെ വലിയ പ്രതീക്ഷ. കാരണം സാധാരണ ഒരു മാജിക് അവതരിപ്പിച്ചാൽ കിട്ടുന്നതല്ലല്ലോ രാജാവിൻ്റെ അടുത്ത് മാജിക് അവതരിപ്പിച്ചാൽ കിട്ടുക. മാജിക് അന്നൊക്കെ ആൾക്കാർ, അന്ന് മാത്രമല്ല എക്കാലത്തും ആൾക്കാർ അവതരിപ്പിക്കുന്ന അവനവൻ്റെ ഉപജീവനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ്. മൂസാ നബിൻ്റെ മാജിക് അല്ല. മൂസാ നബി ഈ സംഗതി അവതരിപ്പിക്കുന്ന എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടല്ല, ഒരു ദൃഷ്ടാന്തത്തിന്, അള്ളാഹു അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തത്തിന് തെളിവായിട്ട് കൊടുക്കുകയാണത്. അതിലൂടെ അദ്ദേഹം ഉപജീവനമല്ല ഉദ്ദേശിക്കുന്നത്, മനുഷ്യരുടെ മാർഗദർശനമാണ്, ആളുകളെ നേർവഴിക്ക് നയിക്കലാണ്. അങ്ങനെ ഫിർഔൻ വിചാരിച്ചത് ഇത് സിഹിറാണ്, അത് തോൽപ്പിച്ച് വിചാരിച്ചുകൊണ്ടല്ല. അത് എന്തെങ്കിലും ഒന്നും പറഞ്ഞ് പിടിച്ച് നിൽക്കണമല്ലോ. ഇനി ഇതിൽ തന്നെ പൊട്ടുമ്പോൾ എന്താ ചെയ്യും? നമ്മൾ അടുത്ത ആയത്തുകൾ കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ വരുന്നുണ്ട്. പിടിച്ച് നിൽക്കണമല്ലോ. കാരണം അങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. അധികാരം പോയി പോവും. ആളുകളൊക്കെ എന്നെ കൈവിടും. ഇതെങ്ങാനും ആളുകൾക്കിടയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വലിയ അർത്ഥത്തിൽ പ്രതിസന്ധി നേരിടും. ഇതൊക്കെ ആൾക്കാർ കാണുക, ഫിറഔൻ കാണുക. അതുകൊണ്ട് തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറ്റുന്നു. ഒന്ന്, വർഗീയത ഇളക്കി വിടുകയാണ്. ആ വർഗീയത ഇളക്കി വിടാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ആ ചോദ്യമൊക്കെ ചോദിച്ചാൽ എന്താണ് വമാ ബാലുൽ ഖുറൂനിൽ ഊല, മുൻഗാമികളുടെ അവസ്ഥ എന്താണ്? കുറേ ആൾക്കാർ ഇവിടെ മരിച്ചു വരുന്നല്ലോ, അവരൊക്കെ നരകത്തിലാന്ന് പറയുമെന്നൊക്കെ, അത് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തത്. അതുകൊണ്ട് ഫിറഔൻ ഒരുങ്ങിയിരിക്കുകയാണ്. മറ്റൊന്ന്, നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മളെ പുറത്താക്കുകയാണ്. ഏതുപോലെ മുമ്പ് ആ യൂസുഫിൻ്റെ കാലത്ത് നമ്മുടെ അധികാരം ഇവർ തട്ടിയെടുത്തതുപോലെ, അങ്ങനെ എത്രയോ നൂറ്റാണ്ടുകൾ നമ്മളെ ഭരിച്ചതുപോലെ ഇനിയും വരും എന്നുള്ള ഭീതി ജനിപ്പിക്കുകയാണ്. അങ്ങനെ ഭീതി ജനിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഭീതി പടച്ചുവിട്ടുകൊണ്ട് ഇത് സിഹിറാണെന്ന് തെളിയിക്കാനുള്ള പരിപാടിയാണ് നോക്കുന്നത്.
ഫിറഔൻ പിന്തിരിഞ്ഞു, മുഴുവൻ ആളുകളെയും സാഹിറുകളൊക്കെ വിളിച്ചുകൂട്ടി. സുമ്മ അത, എന്നിട്ട് വന്നു. എന്നിട്ട് പറയാണ്, ഖാല ലഹും മൂസ വൈലക്കും ലാ തഫ്തറൂ അലല്ലാഹി കദിബാ ഫയുസ്ഹിതകും ബിഅദാബ് വഖദ് ഖാബ തറാ. വർത്താന മൂസാ നബി. എല്ലാവരും വന്നിട്ടുണ്ട് അവിടെ. രാജ്യത്തെ പ്രമുഖരായ മുഴുവൻ മാന്ത്രികരും കൊട്ടാരത്തിൽ ഒരുമിച്ചിരിക്കുന്നു. എത്രയോ ആൾക്കാരുണ്ട്. ഫിറഔനുണ്ട്, പ്രമുഖരായ മുഴുവൻ ആളുകളുണ്ട് അവിടെ. എല്ലാ ആളുകളുണ്ട്. മൊത്തം ആളുകളോടായിട്ട് മൂസാ നബി പറഞ്ഞു, ഖാല ലഹും മൂസ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു. എന്താ പറഞ്ഞു നോക്ക്. മൂസാ നബി പോകുന്നതിന് മുമ്പേ പ്രവാചകത്വം കിട്ടുന്ന സമയത്ത് എന്താ പറഞ്ഞു? പഠിച്ചോനെ, എനിക്ക് അത്ര ഒരു സംസാരശേഷിയിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്, എനിക്ക് നല്ല വൈഭവം നൽകണം, വാക്ചാതുരി നൽകണം എന്നൊക്കെയല്ലേ പറഞ്ഞിരുന്നത്. പക്ഷേ എത്ര വാചാലമായിട്ടാണ് സംസാരിക്കുന്നത്. അദ്ദേഹം പറയാണ്, ഖാല ലഹും മൂസ. മൂസ അവരോട് പറഞ്ഞു, വൈലക്കും ലാ തഫ്തറു അലല്ലാഹി കദിബ. കരുതിക്കോളൂ, നിങ്ങൾക്ക് നാശം. ലാ തഫ്തറു അലല്ലാഹി കദിബ. അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾ കള്ളം കെട്ടിച്ചമക്കരുത്. സദസ്സിനോട് പറയാ. ഇത് പറഞ്ഞു കേട്ടപ്പോൾ എന്താ സംഭവിക്കുന്നത്? ലാ തഫ്തറു അലല്ലാഹി കദിബ ഫയുസ്ഹിതകും ബിഅദാബ്. നിങ്ങളെങ്ങാനും അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമച്ചാൽ യുസ്ഹിതകും, നിങ്ങളെ അവൻ നശിപ്പിച്ചു കളയും. ബിഅദാബ്, ശിക്ഷ ഇറക്കിയിട്ട്, കഠിനമായ ശിക്ഷയിലൂടെ അവൻ നിങ്ങളെ നശിപ്പിക്കും. യുസ്ഹിത, അസ്ഹത, യുസ്ഹിതു, നശിപ്പിക്കുക, നിങ്ങൾ നശിപ്പിച്ചു കളയും. വഖദ് ഖാബ മനിഫ്തറ. ഓർത്തോളൂ, വഖദ് ഖാബ, പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. മനിഫ്തറ എന്താണ്? ഇഫ്തറ എന്ന് പറഞ്ഞാൽ ഫാബ്രിക്കേറ്റ് ചെയ്ത ആളുകൾ, അല്ലെങ്കിൽ കൽപ്പിച്ചുകൂടി കെട്ടിയുണ്ടാക്കിയ ആളുകൾ, വ്യാജം ചമച്ച ആളുകളൊക്കെ പരാജയപ്പെട്ടതാണ് എന്നുകൂടി പറഞ്ഞു. സദസ്സിന് എല്ലാവരും ഉണ്ട്. ഈ ആൾക്കാരൊക്കെ വന്ന് ഭയങ്കര ആവേശത്തിൽ തുള്ളിച്ചാടി വന്നിരിക്കുക. കാരണം ഇതോടുകൂടി മൂസന്റെ കഥ കഴിഞ്ഞു കാണും. ഇവൻ്റെ സിഹിറൊക്കെ പൊളിക്കാൻ വേണ്ടിയിട്ട് രാജാവിൻ്റെ അടുത്ത് വലിയ പാരിതോഷികമൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആവേശത്തോടു കൂടി കടന്നു വന്ന മാന്ത്രികരുണ്ട്, ഫിർഔനുണ്ട്, ആ കൊട്ടാരത്തിലെ പ്രഭുക്കലായ ആളുകൾ എല്ലാവരും ഉണ്ട്. ഇവരുടെ നേരെ നോക്കി മൂസാ നബി ഒറ്റ വർത്താനാണ്, വൈലക്കും ലാ തഫ്തറു അലല്ലാഹി കദിബ. നിങ്ങൾക്ക് നാശം, അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കരുത്. അങ്ങനെ ചെയ്താൽ ഫയുസ്ഹിതകും ബിഅദാബ്, അവൻ നിങ്ങളെ ശിക്ഷ കൊണ്ട് നശിപ്പിച്ചു കളയും. വഖദ് ഖാബ മനിഫ്തറ. ആരൊക്കെയാണോ വ്യാജം ചമക്കുന്നത്, കെട്ടിച്ചമക്കുന്നത്, ഇല്ലാത്ത കാര്യങ്ങൾ ചമച്ചുണ്ടാക്കുന്നത്, അവരെല്ലാം പരാജയപ്പെട്ടവരാണ്. വഖദ് ഖാബ മനിഫ്തറ. ആ ഇഫ്തറിന്റെ ആൾക്കാരാണ് അവർ. കള്ളക്കഥകൾ ഉണ്ടാക്കുകയാണ്, മെനയുകയാണ്. ആലോചിച്ച് നോക്കും നിങ്ങൾ. ഇത് അന്നത്തെ ഒരു കഥയല്ല കേട്ടോ. അതിനുശേഷം ഈ സമകാലിക ലോകത്തും ഫാഷിസ്റ്റ് ശക്തികൾ ഉണ്ടാക്കുന്ന കള്ളക്കഥകൾ എന്തൊക്കെയാണെന്ന് ആലോചിക്കുക. നിർമ്മിച്ചെടുക്കുകയാണ്, വെറുതെ നുണകൾ ഉണ്ടാക്കുകയാണ്. വഖദ് ഖാബ മനിഫ്തറ. പടച്ചറബ് പറയാണ്, എന്നും നിലനിൽക്കൂല ഈ നിർമ്മിച്ചെടുക്കുന്ന വ്യാജങ്ങൾ, അത് തകരാനുള്ളതാണ്. വഖദ് ഖാബ, പരാജയപ്പെടും. വഖദ് ഖാബ മനിഫ്തറ. ആരാണോ നിർമ്മിച്ചുണ്ടാക്കി അല്ലെങ്കിൽ വ്യാജം നിർമ്മിച്ചുകൊണ്ട് അധികാരത്തിൽ വരുന്നത്, അവർ പരാജയപ്പെടുന്നു പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ആ സദസ്സിൽ ഭയങ്കരമായ ബേജാറായി. കാരണം മൂസാ നബി ഇത് പറയുമ്പോൾ അള്ളാഹു ആദ്യം പറഞ്ഞിട്ടുണ്ട്, ലാ തഖാഫ, നിങ്ങൾ പേടിക്കരുത്. രണ്ടാൾ മാത്രമുള്ളത്, സർവ സൈന്യവും അവിടെ ഉണ്ട്. എല്ലാ തരത്തിൽപ്പെട്ട പിന്തുണ, ഫിറൗന്റെ കൊട്ടാരത്തിലെ ആളുകൾ, നാട്ടിലെ മുഴുവൻ ആൾക്കാരൊക്കെ നോക്കി ഈ രണ്ടാൾക്കാരാ. മൂസാ നബിയാ പറയുന്നത്, കരുതിക്കോളൂ, അള്ളാഹുവിൻ്റെ മേൽ കളവ് പറയരുത്. അള്ളാഹുവിൻ്റെ മേൽ കളവ് പറഞ്ഞാൽ നിങ്ങളവൻ നശിപ്പിക്കും. ആരൊക്കെയാണോ പടച്ചറബിന് മേൽ കളവ് പറഞ്ഞത് അവരൊക്കെ പരാജയപ്പെട്ടതാണ് ഉറച്ചതിൽ പറഞ്ഞു. അത് പറയാൻ മൂസാ നബിയുടെ ധൈര്യം നേരത്തെ പറഞ്ഞതാണ്. ഇന്നി മഅകുമ അസ്മഉ വ അറാ. ഞാനുണ്ട് നിങ്ങളോടൊപ്പം, എല്ലാം കേട്ടും കണ്ടും നിങ്ങളുടെ കൂടെ ഞാനുണ്ട് എന്നുള്ള പറയുന്ന വാക്യമാണ്. ആ വാക്യമാണ് പ്രതിപക്ഷ നേതാവ് നമ്മുടെ പാർലമെന്റിൽ ഉദ്ധരിച്ചത്. ഇന്നി അസ്മഉ വ അറാ, ഇന്നി മഅകുമ അസ്മഉ വ അറാ. ആ വാക്യം കൊണ്ടാണ് ഇവർ പറയുന്നത്. എന്നിട്ട് പറയാണ്, ഇത് പറഞ്ഞതോടുകൂടെ അവിടെ വളരെ ആവേശപൂർവ്വം എത്തിയിരുന്ന ആളുകൾക്ക് എന്താ സംഭവിച്ചു നോക്ക്. ഫതനാസഉ അംറഹും ബൈനഹും വഅസറുൻ നജ്വാ. ഫതനാസഉ അംറഹും. തനാസ എന്ന് പറഞ്ഞാൽ പരസ്പരം കുറ്റപ്പെടുത്തുക എന്ന് പറയാം, അല്ലെങ്കിൽ ഭിന്നിപ്പുണ്ടാവുക എന്ന് പറയാം.
പരസ്പരം കൂടിയാലോചിക്കുക എന്നൊക്കെ പറയാറുണ്ട്. തനാസ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയാം. കൂടിയാലോചന അങ്ങനെയായിരിക്കുമല്ലോ, ഒരാൾ പറഞ്ഞ് തീർത്തും വ്യത്യസ്തമായ അഭിപ്രായം വേറെ ആൾ പറയും, ആ രൂപത്തിലും അത് പറയാം. ഫതനാസഉ, അങ്ങനെ അവർ അംറഹും, കാര്യങ്ങളിൽ അവർക്കിടയിൽ ഭിന്നിച്ചു. എല്ലാവരും കൂടി ഒറ്റ ദൗത്യത്തിനെ വന്നിരുന്നത് എന്താണെന്ന് വെച്ചാൽ മൂസയെ പരാജയപ്പെടുത്തണം. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഈ രാജ്യത്തെ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി വന്ന മൂസയെ ആകെ തുരത്തണം, പരാജയപ്പെടുത്തണം. പക്ഷേ ഇത് പറഞ്ഞോടുകൂടെ ഇവർ ഭിന്നിച്ചു. തനാസഉ അംറഹും ബൈനഹും, അവർക്കിടയിൽ അവർ ഭിന്നിപ്പുണ്ടായി. വ അസറുൻ നജ്വ, അതായപ്പോൾ പലരും അതിപ്പോൾ ഇയാൾ പറഞ്ഞത് ശരിയനടി, വർത്താനം കേട്ട് തോന്നുന്നത് ഇയാൾ പ്രവാചകനാണെന്നാ. നമ്മൾ വിശ്വസിച്ചത് ഇയാൾ സാഹിറാന്നാണല്ലോ, പക്ഷെ അല്ല, ഇത് പ്രവാചകൻ്റെ വാക്കാണല്ലോ. അപ്പോൾ ചില ആൾക്കാർ അതൊന്നുമല്ല, അത് സാഹിർ തന്നെയാണ്. ഇങ്ങനെയുള്ള തർക്കങ്ങൾ. തനാസഉ അംറഹും ബൈനഹും വ അസറു നജ്വ, അപ്പോൾ അവരെന്താ ചെയ്തു? അസറു, രഹസ്യമാക്കി, അൻ നജ്വ, ഒരു ഗൂഢാലോചന, രഹസ്യഭാഷണം, അതിനൊക്കെ നജ്വ എന്ന് പറയാം. രഹസ്യഭാഷണം, രഹസ്യമാക്കിയ രഹസ്യമായിട്ടൊരു യോഗം ചേർന്നു. എന്തു ചെയ്യും? ഇങ്ങനൊരു വർത്തമാനം മൂസ പറഞ്ഞിട്ടുണ്ട്. അടിയന്തരമായിട്ട് വളരെ രഹസ്യമായൊരു യോഗം. ആരാ? ഫിർഔനും അവൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരും. എന്നിട്ട് എന്താ പറഞ്ഞു നോക്കിയാൽ, വ അസറു നജ്വ ഖാലൂ ഇൻ ഹാദാനി ലസാഹിറാനി യുരീദാനി അൻ യുഖ്രിജാകും മിൻ അർളികും ബിസിഹ്രിഹിമാ വയദ്ഹബാ ബിത്വരീഖതികുമുൽ മുസ്ലാ. വീണ്ടും അവർ പറഞ്ഞു, അവർ യോഗം കൂടി തീരുമാനിക്കുക, ഒരു തീരുമാനത്തിലെത്തണം. പല ജാതി അഭിപ്രായം ഉണ്ടായത്. ആ സമയത്ത് അവർ പറയാണ്, അവർ പറഞ്ഞു, ഇൻ ഹാദാനി ലസാഹിറാനി, ഈ രണ്ടാളുകൾ, ഹാദാനി എന്ന് പറഞ്ഞ രണ്ടാൾ ആരാ? മൂസാ നബി ഹാറൂനുമാണ്. ഇൻ ഹാദാനി ലസാഹിറാനി, ഉറപ്പാണ് ഇവർ രണ്ടുപേരും സാഹിറുകൾ തന്നെയാണ്. ആരാ സാഹിർ? മജീഷ്യൻസാണ്, മാന്ത്രികരാണ്, മാരണക്കാരാണ്. ഇവർ രണ്ടുപേരും മാരണക്കാർ തന്നെയാണ്. എന്തിനാ അവർ വന്നത്? യുരീദാനി, ഇവർ രണ്ടുപേരും ഉദ്ദേശിക്കുന്നത് അൻ യുഖ്രിജാകും മിൻ അർളികും, അൻ യുഖ്രിജാകും, നിങ്ങളെ ഇവർ രണ്ടുപേർക്കും പുറത്താക്കാൻ വേണ്ടിയിട്ടാണ്. യുഖ്രിജാകും എന്ന് പറയാൻ, യുഖ്രിജാനി എന്ന് പറയാം, ഈ രണ്ടാളുകൾ വന്നിട്ട് നിങ്ങളെ പുറത്താക്കും. മിൻ അർളികും, നിങ്ങളുടെ നാട്ടിൽ നിന്ന്. കണ്ടോ, വീണ്ടും ആ പ്രാദേശികത, ആ ദുരാഭിമാനം അത് ഉണർത്തുകയാണ്. അൻ യുഖ്രിജാകും മിൻ അർളികും ബിസിഹ്രിഹിമാ, അവരുടെ ഈ മാരണവിദ്യ കൊണ്ട്, അവരുടെ ജാലവിദ്യ കൊണ്ട് നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുവാനാണ് ഇവർ രണ്ടുപേരും വന്നത്. വയദ്ഹബാ ബിത്വരീഖതികുമുൽ മുസ്ലാ, അത് മാത്രമല്ല, നിങ്ങളെ പുറത്താക്കുക മാത്രമല്ല, നിങ്ങളെ യദ്ഹബാ ബിത്വരീഖതി, അവർ രണ്ടുപേരും കൊണ്ടുപോകും. എന്താ കൊണ്ടുപോകുന്നത്? ബിത്വരീഖതികുമുൽ മുസ്ലാ. ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ രീതി എന്ന് പറയാം, ജീവിത മാർഗം എന്ന് പറയാം, അല്ലെങ്കിൽ ചര്യ എന്ന് പറയാം, ജീവിതചര്യ, മാർഗം, സംസ്കാരം എന്നൊക്കെ അർത്ഥമുണ്ട്. ബി ത്വരീഖതികും, നിങ്ങളുടെ ത്വരീഖത്ത്. അൽ മുസ്ല, എങ്ങനെയുള്ള മുസ്ല? അംസൽ എന്നുള്ള വാക്കെന്നാണ് അതിൻ്റെ മുഅന്നസാണ് മുസ്ല എന്ന് പറയുന്നത്. അംസൽ എന്ന് പറഞ്ഞാൽ എക്സംപ്ലറി, അല്ലെങ്കിൽ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള, പിന്നെ അനുകരണീയമായിട്ടുള്ള മാതൃകക്കാണ് അൽ അംസൽ എന്ന് പറയാം. അനുകരണീയമായ ഐഡിയൽ ആയിട്ടുള്ള, എല്ലാവർക്കും മാതൃകയായ നിങ്ങളുടെ സംസ്കാരത്തെ ഇവർ തകർത്ത് കളയും. നോക്ക് നിങ്ങളെ, ഇത് വളരെ കൃത്യമായിട്ട് ഈ കാലത്ത് എങ്ങനെയാണ് ഫാഷിസ്റ്റ് ശക്തികൾ അധികാരം ഉറപ്പിക്കുന്നത്. ഇത് മാത്രമല്ല, അന്ന് കുറച്ച് മുമ്പ് പിന്നെ ഇയാളുടെ ഹിറ്റ്ലറുടെ, മുസോളിനിയുടെ ഒക്കെ കാലെടുത്ത് നോക്കിയാലും ഫാഷിസം ചെയ്ത എന്താന്ന് ഇതിൽ നിന്ന് കിട്ടും. ഖുർആൻ പറഞ്ഞു തരാ രണ്ട് കാര്യങ്ങൾ. ഒന്ന് ഇവരോട് പറഞ്ഞു, ഈ പിന്നെ ഭിന്നാഭിപ്രായം ഉണ്ടല്ലോ ആളുകൾക്കിടെ, എന്താ അപ്പോൾ ഇങ്ങനെ പറഞ്ഞത് ശരി തന്നെയല്ലേ? മൂസാ നബി വളരെ സ്റ്റേൺ ആയിട്ടാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അത് കേട്ടപ്പോൾ ഭിന്നാഭിപ്രായം ഉണ്ടായപ്പോൾ ഇത് ഒരു രഹസ്യ യോഗം ചേർന്ന് അതിലെടുക്കുന്ന തീരുമാനമാണ്. അതിൽ പറയുന്നു, ഒന്ന്, ഇത് ഉറപ്പാണ്. ഇവർ പറഞ്ഞു, ഹാദാനില സാഹിറ, ഇൻ ഹാദാനില സാഹിർ, രണ്ടുപേരും സാഹിറുകൾ തന്നെയാണ്. എന്തിനാ ഇവർ വന്നത്? യുരീദാനി അൻ യുഖ്രിജാകും മിൻ അർളികും, അങ്ങനെ പറയണം. ഇന്നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഇവിടുന്ന് ഓടേണ്ടി വരും. പല കാര്യങ്ങൾ കൊണ്ടാണ്, നേരത്തെ പറഞ്ഞില്ലേ, ഇത് വിശ്വസിക്കാൻ അവിടെ നല്ല പാകപ്പെട്ട ഒരു സാഹചര്യം ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ അക്കാലത്ത് വേറൊരു വിഭാഗം വന്നാൽ അധികാരത്തിലുള്ള ആളുകൾ അടിച്ചോടിക്കും. നമുക്കറിയാം, ലോകത്ത് നടന്ന പല വിപ്ലവങ്ങൾ എടുത്തു നോക്കിയാൽ, ആ വിപ്ലവകാരികൾ വിജയത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നേരത്തെ ഭരണം നടത്തിയിരുന്ന ആളുകളെ ഒന്നുകിൽ തൂക്കിക്കൊല്ലുകയോ അടിച്ചു കൊല്ലുകയോ ഒക്കെ ചെയ്യും, അല്ലെങ്കിൽ നാട് കടത്തും. ഒരു നിവൃത്തി ഉണ്ടാവില്ല.
അതിവിടെ പറയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾക്ക് തോന്നും ശരിയാ, നമ്മുടെ അധികാരം പോവും. രണ്ടാമത്തെ അത് മാത്രമല്ല, വിശ്വസിക്കാൻ സാധ്യത കൂടുതലുണ്ട്. നേരത്തെ ബനു ഇസ്രായേലിയർ ഭരണത്തിൽ വലിയ പങ്ക് വഹിച്ച ആളുകളാണ്. അത് ആവർത്തിക്കും. നല്ലൊരു നേതാവിനെ കിട്ടിയാൽ ആ നേതാവാണ് മൂസ എന്ന് ഇവർ പരിചയപ്പെടുത്തുന്നുണ്ട്. അത് മാത്രമല്ല, ഇവരുടെ വംശം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ജനസംഖ്യ വർദ്ധിക്കുകയാണ് ബനു ഇസ്രായേൽ. അതുകൊണ്ടാണ് അവിടെ ഫിറൗൻ ഒരു സംഗതി നടപ്പാക്കിയത്, മുഴുവൻ ആൺകുട്ടികളെ കൊന്നുകളയാന്നുള്ളത്. വംശഹത്യ നടപ്പാക്കി. അതുകൊണ്ട് കരുതണം എന്നാണ് പറയുന്നത്. ഇതുകൊണ്ടൊക്കെ നിങ്ങളെ പുറത്താക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല അതുകൂടി പറഞ്ഞു. നിങ്ങൾ ഉയർത്തിപ്പിക്കുന്ന മഹത്തായ സംസ്കൃതിയില്ലേ, ത്വരീഖത്തിക്കുമുൽ മുസ്ല, ആ എക്സംപ്ലറി ആയിട്ടുള്ള അനുകരണീയമായിട്ടുള്ള നിങ്ങളുടെ മാതൃകയുണ്ടല്ലോ, സംസ്കാരം, അതിവർ തകർത്തു കളയും. എന്ന് പറഞ്ഞാൽ മാതൃകായോഗ്യമായ സംസ്കാരം എന്ന് പറഞ്ഞാൽ അന്ന് അവരെ സംബന്ധിച്ച വലിയ സംസ്കാരം, ഉന്നതമായ സംസ്കാരം അവർ വിചാരിക്കുക. അവരുടെ രാഷ്ട്രീയ രംഗത്ത്, അവരുടെ സാംസ്കാരിക രംഗത്ത്, അവരുടെ സാമ്പത്തിക രംഗത്തൊക്കെ ഉള്ളത് ഏറ്റവും ഉന്നതമാണെന്ന് അവരുടെ വിചാരം. ഇന്നും നമുക്കങ്ങനെ പറയാവുന്ന ചില രാജ്യങ്ങളുണ്ടാവും, ചിലപ്പോൾ ഭയങ്കര സാംസ്കാരികമായി ഉയർന്ന നല്ല എന്താ പറയുക സമ്പന്നമായ സംസ്കാരം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ആ സമ്പന്നമായ സംസ്കാരത്തിൽ വമ്പിച്ച അളവിൽ മനുഷ്യർക്കിടയിൽ വിവേചനങ്ങൾ നടത്താറുണ്ട്. ഉദാഹരണത്തിന് ഇന്നത്തെ കാലത്തുള്ള യൂറോപ്യൻ നാഗരികത സംസ്കാരത്തെ എടുത്തു നോക്കുക നിങ്ങൾ. വെള്ളക്കാരുടെ സംസ്കാരം എന്താ അവർ പറയുക, ഒരിക്കലും കറുത്തവൻ അവർ അംഗീകരിക്കില്ല. അത് ഉന്നതമായ സംസ്കാരം എന്നാണ് അവരുടെ വിചാരം. അവർ സാമ്പത്തിക രംഗത്ത് അതുപോലെ തന്നെ എല്ലാ രംഗത്തും ഞങ്ങളാണ്. അതുപോലെ ലൈംഗികതയുമായി ബന്ധപ്പെട്ട് കുത്തഴിഞ്ഞ ലൈംഗികതയാണ് അവരുടെ സംസ്കാരം. ഇങ്ങനെയൊക്കെയുള്ളൊരു സംസ്കാരം അത് സമ്പന്നമാണെന്ന് നമ്മുടെ ഒരു ധാരണ. ആ സംസ്കാരം നശിപ്പിച്ചിട്ട് വെറും മുല്ലായിസമായിരിക്കും, ഇവിടെ മുല്ലായിസമായിരിക്കും നടക്കുക എന്നുള്ള താക്കീത് ഇവർക്ക് കൊടുക്കുക. നിങ്ങളുടെ സകലമാന സംസ്കാരം നശിപ്പിക്കും. പിന്നെ പിടിക്കണോ എന്നാലോചിച്ച് നോക്ക്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ധാരാളമായി പ്രചരിപ്പിക്കുകയല്ലേ. ഇവന്മാരൊക്കെ വന്നാൽ നമ്മുടെ സകല സംസ്കാരം നശിക്കും, ഒരു നിവൃത്തിയും ഉണ്ടാവില്ല. വൃത്തികെട്ടവന്മാർ വളരെ മോശമായ രൂപത്തിൽ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വീണ്ടും പറയാണ്, ആ മീറ്റിങ്ങിൽ പറഞ്ഞ കാര്യങ്ങളാ, 2 കാര്യങ്ങൾ. ഇതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതിനാൽ കുറേ ആളുകളുണ്ടല്ലോ സാഹിറുകൾ വന്നത്. അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങളുടെ തന്ത്രങ്ങളൊക്കെ ശരിക്ക് ഒരുമിപ്പിക്കണം. നിങ്ങൾ ഒരുമിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു ഏകോപനം ഉണ്ടാക്കണം. പലരും അത് അജ്മഉ കൈദക്കും എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ വന്നിട്ടില്ല. അവിടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന സാഹിറുകളാണ്. ഓരോ സാഹിറും വിചാരിക്കുക എന്താ, സാധാരണഗതിയിൽ എൻ്റെത് ഉഷാറാക്കണം, എൻ്റെ സിഹിറായിക്കാണ് അവർ ഗംഭീരമാവേണ്ടത്, എൻ്റെ മാജിക്കാണ് ഏറ്റവും ഉഷാറാവേണ്ടതെന്നാണല്ലോ വിചാരിക്കുക. അങ്ങനെ വിചാരിച്ചാൽ ഇത് നടക്കൂല. പറഞ്ഞു കൊടുക്കുക ഫിറൗൻ, ഇവിടെ ഈ ഗംഭീരമായ ഈ സംഗതിയെ നേരിടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അജ്മിഉ കൈദക്കും, നിങ്ങളുടെ സകലമാന തന്ത്രങ്ങളും ഒരുമിച്ച് ചേർക്കണം. സുമ്മ ഇത്തു സൊഫ, എന്നിട്ട് നിങ്ങൾ വരണം സൊഫ, ഒറ്റക്കെട്ടായി. അണിയായി വരിക എന്ന് പറഞ്ഞാൽ ഒറ്റക്കെട്ടായിട്ട് ഒരേ വികാരത്തിൽ ഒരേ ലക്ഷ്യത്തിലാണ് നിങ്ങൾ വരേണ്ടത്. അല്ല ഭിന്നിച്ച് വരരുത്. ഓരോരുത്തരും അവനവൻ്റെ കാര്യം നോക്കി വന്നാൽ ഇത് നടക്കൂല. അതുകൊണ്ട് ഇത്തു സൊഫ എന്ന് പറഞ്ഞു. ഇത് നിർണായകമാണ്. ഈ മത്സരത്തിലെങ്ങാൽ പരാജയപ്പെട്ടാൽ അത് നമ്മുടെ പരാജയമായിരിക്കും. വഖദ് അഫ്ലഹൽ യൗമ മനിസ്തഅല, വഖദ് അഫ്ലഹ, വിജയിച്ചിരിക്കും. അൽ യൗമ, ഇന്ന്, മനിസ്തഅല, ഔന്നത്യം പുലർത്തിയവൻ. അഥവാ ആരാണോ മേൽക്കൈ നേടുന്നത് അയാൾ ആയിരിക്കും വിജയിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ തന്ത്രങ്ങളൊക്കെ നന്നായിട്ട് പ്ലാൻ ചെയ്ത് ഒരുമിച്ച് കൂട്ടിയിട്ട് അത് ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് നേരിടണം. അങ്ങനെയാണെങ്കിൽ വിജയിക്കൂ എന്ന് ഇവരോട് പറഞ്ഞു. വലിയ തന്ത്രവുമായിട്ടാണ് വരുന്നത്. ഈ തന്ത്രങ്ങൾ എന്തിനാ? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇസ്ലാമിക പ്രബോധന രംഗത്ത് പ്രവർത്തിക്കുന്നവരെ, അമ്പിയാക്കളൊക്കെ വേഗത്തിൽ നേരിടാൻ പറ്റുന്ന ഒരു മാർഗം അധികാരമോഹികളാണ് എന്ന് പറയല. അധികാരമോഹികളാണ്. അതാണ് ഇവിടെ യുഖ്രിജാക്കും മിൻ അർളിക്കും എന്ന് പറയുന്നത്. ഇവർ 2 പേരും വന്നത് നിങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങളെ പുറന്തള്ളാനാണ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നാം.
അങ്ങനെ പറയുമ്പോൾ ആളുകൾ പറയും, ആ ശരിയാണ്, ഇവർ ദീനിനെയും അതുപോലെ തന്നെ ദൈവത്തെയും ഒക്കെ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി യന്ത്രങ്ങളാക്കി കൊണ്ടു നടക്കുകയാണ്, അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ പറയുന്നത്, എളുപ്പത്തിൽ ഇവരെ കടന്നാക്രമിക്കാം. ആ ഒരു സംഗതിയാണ് ഫിറൗൻ എടുത്തത്. നമ്മുടെ കാലത്ത് പ്രത്യേകിച്ചും വളരെ സാധ്യത കൂടുതലുണ്ട്. മതം വേറെയാണ്, രാഷ്ട്രം വേറെയാണ് എന്നൊക്കെ പരസ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്ത് ആരെങ്കിലും നീതിക്ക് വേണ്ടി പറയുകയാണെങ്കിൽ, സത്യത്തിനും ധർമ്മത്തിനും വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ, നിലകൊള്ളുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അവനെ മതരാഷ്ട്രവാദിയാക്കാനും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വർഗീയവാദിയാക്കാനും മതത്തെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരുന്നവനാക്കി മാറ്റാനൊക്കെ നല്ല സാധ്യത ഉണ്ട്. മൂസാ നബിയുടെ കഥ വെറുതെ അല്ല ഖുർആൻ പറഞ്ഞു തരുന്നത്. ഇത്ര കൃത്യമായിട്ട് രാഷ്ട്രീയം പറഞ്ഞ നബി ഇല്ല വേറെ. വളരെ അദ്ദേഹത്തെ പറഞ്ഞേക്കുന്ന ഇദ്ഹബില ഫിർഔന ഇന്നഹു തഗർ. എന്താ നബിമാരുടെ പണി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചു വെച്ചത് അത് പള്ളി കുത്തിരുന്ന് ദിക്ർ ചെല്ലലാണ്, നിസ്കാരത്തിന് ഷർത്തും പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കലാന്നൊക്കെയാ. ആരാത് പറഞ്ഞത്? ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ അയക്കുന്നത് ദീനുൽ ഇസ്ലാമിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ്. എന്താ ഇസ്ലാം? ഏതോ ആൾക്കാരെ കൊല്ലുന്ന പരിപാടി അല്ലത്, മറിച്ച് ഈ ലോകത്ത്, ഈ നാട്ടിൽ എല്ലാ മനുഷ്യർക്കും നിർഭയമായിട്ട് ജീവിക്കാൻ കഴിയണം. ഫിറൗന്റെ നാട്ടിൽ നിർഭയത്വമല്ല, പേടിച്ച് കഴിയാടെ ആൾക്കാർ, ആൾക്കൂട്ടങ്ങൾ തല്ലിക്കൊല്ലുകയാണ്. അവിടെ ജനിക്കുന്ന ആ പിഞ്ചോമനകളെ, ആൺകുഞ്ഞുങ്ങളെ അറുകൊല ചെയ്യുകയാണ്. അവിടുത്തെ ഇസ്രായേൽ വംശം വളരെ ക്രൂരമായി അടിമകളെ പോലെ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവസാനിപ്പിക്കണം ഈ അറുങ്കൊല എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് അതൊക്കെ നീതിയും നന്മയും ഒക്കെ നടപ്പാക്കുക, നിർഭയത്വമുള്ള ഒരു നാടുണ്ടാവുക, സുഭിക്ഷതയുള്ള നാടുണ്ടാവുക, ഇതൊക്കെ അള്ളാഹു പറയുന്നുള്ളൂ. അങ്ങനെ ഉണ്ടാവണമെങ്കിൽ ഏകനായ റബ്ബിന് വഴിപ്പെടണം. ഞാൻ തന്നെ ആ റബ്ബ് എന്നും പറഞ്ഞ് നടക്കരുത്, എൻ്റെ നിയമങ്ങൾക്ക് ഇവിടെ വിലയുള്ളൂ എന്ന് പറഞ്ഞ് നടക്കരുത്. റബ്ബിന് വഴിപ്പെട്ടുകൊള്ളൊരു ജീവിതത്തിലൂടെ നടക്കുക എന്നാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അതിന് തുടർന്ന് ഈ മത്സരത്തിന് ആരംഭിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആ മത്സരം നടക്കുന്നു, ആ മത്സരത്തിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിന് മുന്നോടിയായുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 56-ാമത്തെ ആയത്ത് മുതൽ നമ്മൾ എടുത്തിരിക്കുന്നത്. ഇവിടെ പറഞ്ഞത് ഫിർഔൻ പറയുകയാണ്, നിന്റെ സിഹ്ർ പോലെ ഞങ്ങളും ചെയ്യും, കൊണ്ടുവാ, നിനക്ക് പറ്റുമെങ്കിൽ ഇതൊന്ന് കാണിക്കുന്നു പറഞ്ഞിട്ട് മത്സരത്തിന് വെല്ലുവിളിക്കുകയാണ്. ഫിർഔൻ്റെ വെല്ലുവിളി വളരെ വേഗത്തിൽ, വളരെ സന്തോഷപൂർവ്വം ഏറ്റെടുക്കുകയാണ് മൂസാ നബി. കാരണം ആളുകളുടെ മുമ്പാകെ ഇത് തെളിയിച്ച് കാണിച്ചു കൊടുക്കൽ വളരെ അനിവാര്യമാണ്. ആ തെളിയിച്ച് കാണിച്ചു കൊടുക്കാൻ വേണ്ടി സത്യത്തിൻ്റെ പ്രകാശം തെളിച്ച് കാണിക്കണം. അതിന് പരമാവധി ആളുകൾ വേണം. ആ പരമാവധി ആളുകൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നല്ല ദിവസം തന്നെ നിശ്ചയിച്ചു. എല്ലാവർക്കും വരാൻ പറ്റിയ ദിവസം പകൽ വെളിച്ചത്തിൽ തുറന്ന മൈതാനിയിൽ നഗരമധ്യത്തിൽ തന്നെ നല്ല സ്ഥലം തിരഞ്ഞെടുത്തു, സമയവും ഡേറ്റും ഒക്കെ ഫിക്സ് ചെയ്തു, കൊണ്ടുവരൂ. അങ്ങനെ ആ രാജ്യത്തിൻ്റെ മുക്കുമൂലകളിൽ വിളംബരം ചെയ്തിട്ട് അവിടെ സകലമാന പഠിച്ച ബികുല്ലി സാഹിരിൻ അലീം, നല്ല വിജ്ഞരായ പ്രഗത്ഭരായ എല്ലാ സാഹിറുകളെയും അവിടേക്ക് ഒരുമിച്ച് കൂട്ടിയിട്ട് അങ്ങനെ ആ മത്സരം ആരംഭിക്കുകയാണ്. ആ മത്സരത്തിന് പോകുമ്പോൾ വീണ്ടും വീണ്ടും സാഹിറുകളെയും പ്രചോദിപ്പിക്കാൻ എന്താ ഫിറൗൻ്റെ കയ്യിലുണ്ടായത്? വർഗീയതയാണ്, വലിയ ഭീഷണിയാണ്. അധികാരമോഹിയായ മൂസയും ഹാറൂനും അധികാരം നിങ്ങളുടെ അടുത്ത് പിടിച്ചെടുക്കും, അതുകൊണ്ട് തോറ്റു കൊടുക്കരുത്, വിജയിക്കണം. നിങ്ങളെങ്ങാനും തോറ്റാൽ നമ്മുടെ നാട് കുട്ടിച്ചോറാവും, നിങ്ങളെങ്ങാനും തോറ്റാൽ നമ്മുടെ സംസ്കാരമാകെ കവർന്നെടുക്കപ്പെടും. നിങ്ങളുടെയൊക്കെ സംസ്കാരം ഇല്ലാതെയായി പോകും. അതുകൊണ്ട് നാട് നിലനിർത്താൻ മൂസയെ പരാജയപ്പെടുത്തണം. അതുകൊണ്ട് നിങ്ങളുടെ സിഹിറിനെ അത് കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് മത്സരം ആരംഭിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധമായ വാക്യങ്ങൾ ഏറ്റവും ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാനും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പടച്ചറവിന് വഴിപ്പെട്ടുകൊണ്ട് യഥാർത്ഥ മുത്തഖികളായി ജീവിക്കുവാനും നമ്മെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. സിഹിർ എന്ന് പറഞ്ഞതിൽ വ്യത്യസ്തമായ അർത്ഥങ്ങൾ കാണാം. അതിന് മാജിക് എന്നുള്ള വാക്ക് അർത്ഥം അങ്ങനെ തന്നെ കൊടുത്തായി കാണാൻ പറ്റും. മാജിക്, മാന്ത്രിക വിദ്യ എന്നുള്ളത്. മറ്റൊന്ന് മാരണം ചെയ്യുക എന്നുള്ള അർത്ഥത്തിലും സിഹിർ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ മാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം സിഹിറിനെ സംബന്ധിച്ച് പറയുന്നത് വൻപാപങ്ങളിൽപ്പെട്ട ഒന്നാണ് സിഹിർ. അപ്പോൾ സിഹിർ ഉള്ളതുകൊണ്ടാണല്ലോ വൻപാപമാണെന്ന് പറയുന്നത്. സിഹിർ എന്ന് പറഞ്ഞാൽ അത് ആളുകൾക്ക് അവരുടെ മനസ്സിൽ, മാനസികാവസ്ഥയിലൊക്കെ മാറ്റം ഉണ്ടാക്കാൻ പറ്റിയൊരു സംഗതിയാണ്. എന്ന് വെച്ചാൽ ഒരു തോന്നലുണ്ടാക്കുകയാണ്. സിഹിറിന് യാഥാർത്ഥ്യം ഇല്ലെങ്കിലും കൂടിയിട്ട് അത് മനുഷ്യ മനസ്സിൽ പലതരത്തിൽപ്പെട്ട മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു സാധനം. എന്ന് പറഞ്ഞാൽ തോന്നുകയാണ്, എനിക്ക് ഇയാൾ എന്നെങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് പലതരത്തിൽപ്പെട്ട മാനസിക പ്രശ്നങ്ങൾ അയാൾക്ക് ഉണ്ടാക്കും. ഞാൻ പോകുന്ന വഴിയിൽ എൻ്റെ വീട്ടിൽ വെച്ചിട്ട് എൻ്റെ ഒരു സാധനം കിട്ടുമ്പോൾ ഇതെനിക്ക് വേണ്ടിയിട്ട് മറ്റോ ചെയ്തതാണ് എന്നുള്ള വിചാരം തോന്നുകയാണ്. ചെയ്തിട്ടുള്ളതൊന്നുമില്ല,
അത് ഏതുപോലെ വെച്ചാൽ ഒരു കയറിൻ്റെ കഷ്ണമൊക്കെ ഇങ്ങനെ വളഞ്ഞു കിടക്കുക, പെട്ടെന്ന് പാമ്പാന്ന് വിചാരിച്ചാൽ പാമ്പായിക്കോളൊന്നുമില്ല, ഇയാൾ ചിലപ്പോൾ അറ്റാക്കായി മരിച്ചു പോകാൻ വരെ സാധ്യതയുണ്ട്. പ്രതികരണങ്ങൾ ഉണ്ടാക്കും, അത് തോന്നലാണ് ഉണ്ടാക്കുന്നത്. അതല്ല, അത് യാഥാർത്ഥ്യമായതുകൊണ്ടല്ല. ഇവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും, മത്സരം തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഇവരിടുന്നത് എന്താണെന്ന് വെച്ചാൽ കയറിൻ്റെ കഷ്ണങ്ങളാണ്. ആ കയറ് കഷ്ണങ്ങൾ കാണുമ്പോൾ ശരിക്ക് മൂസാ നബി വരെ പേടിച്ചു പോകുന്നുണ്ട്. നമ്മളിതിൽ പറയുന്നത് കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞാൽ പറയും, പേടി ഉണ്ടാക്കാൻ കഴിയും. മനുഷ്യൻ്റെ മനസ്സിൽ പലതരത്തിൽപ്പെട്ട ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാക്കാൻ സിഹിറിന് സാധിക്കും. അതുകൊണ്ടാണ് അങ്ങനെ അത് ചെയ്യരുത് എന്നുള്ളതും അത് വൻപാപാണെന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, സിഹിർ എന്നല്ല, അതായത് അതിന് യാഥാർത്ഥ്യം ഉണ്ടായി. സിഹിർ ചെയ്യുന്ന ആൾക്കാർക്ക് കഴിവുണ്ടായതുകൊണ്ടല്ല, സിഹിറിന് കഴിവുണ്ടായതുകൊണ്ടല്ല, ഇങ്ങനെയുള്ള ഒരു പെട്ടെന്ന് തോന്നലുണ്ടാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള കളികളാണ് ആ സാധനം. മാജിക്കും അങ്ങനെ തന്നെയാണല്ലോ. ആളുകൾ അറക്കുന്ന പോലെയൊക്കെ നമുക്ക് കാണിച്ചു തരും അല്ലേ? 2 കഷ്ണമാക്കും, ഒരാളങ്ങനെ വെച്ചിട്ട് 2 കഷ്ണം, ഒരു ഭാഗം അവിടെ ഇവിടെ ആക്കി നേരെ മുറിച്ച് കളയുക. മാജിക്കിൽ എന്തൊക്കെ കാണിക്കുന്നുണ്ട്, പേടിച്ചു പോകും നമ്മൾ, എന്താ ഇപ്പോൾ കളിക്കുന്നത് വിചാരിക്കും. പലതരത്തിൽപ്പെട്ട കൺകെട്ട് വിദ്യകൾ, യാഥാർത്ഥ്യമല്ലത്. അങ്ങനെ ഒരാളെയും മുറിക്കുന്നില്ല, പക്ഷേ അങ്ങനെ നമുക്ക് തോന്നുന്നു. അങ്ങനെ തോന്നിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ ചില ഇത് ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. ഒരു സൈക്കോ ആയിട്ടുള്ളൊരു സംഭവമാണത്. ഇൻഷാ അല്ലാഹ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതിൽ നമ്മൾ കാണേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, മൂസാ നബിയെ നേരിടാൻ വേണ്ടിയിട്ട് ഫിറൗൻ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന തന്ത്രങ്ങളാണ്. ആ തന്ത്രങ്ങൾ ഏത് കാലത്തും ഫാഷിസ്റ്റ് ശക്തികൾ പയറ്റുന്ന തന്ത്രമാണ്. മറ്റൊന്ന്, ഒരു പ്രവാചകൻ എന്നുള്ള അർത്ഥത്തിൽ വളരെ കൃത്യമായിട്ട് നേർക്കുനേരെ അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം അവിടെ നിർവഹിക്കുകയാണ്. അവിടെ മുമ്പിൽ ആര് എന്നുള്ളതല്ല, അദ്ദേഹത്തിന് എല്ലാ ധൈര്യവും കൊടുക്കുന്നത് അള്ളാഹുവാണ്. ആ ധൈര്യത്തിൻ്റെ പേരിൽ വലിയ ഏകാധിപതികളെ വരെ ചോദ്യം ചെയ്യുവാനും അവരുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുവാനും അള്ളാഹു കരുത്ത് നൽകിയിട്ട് അങ്ങോട്ട് പറഞ്ഞയക്കുക. എന്നിട്ട് അവരോട് മുഖത്ത് നോക്കിയിട്ട് അവരുടെ തിന്മകൾ ചൂണ്ടിക്കാണിക്കുകയും നേർവഴിക്ക് നടക്കാൻ വേണ്ടിയിട്ട് അവരെ ഉപദേശിക്കുകയുമൊക്കെ ചെയ്യുന്ന കാഴ്ചകളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ അവൻ്റെ വാക്യങ്ങൾ ഏറ്റവും ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാൻ നമ്മെ തുണക്കുമാറാവട്ടെ. മനസ്സിലാക്കിയ കാര്യങ്ങൾ അതിനനുസരിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തുവാനും നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാൻ റബ്ബേ, ഞങ്ങളുടെ വീഴ്ചകൾ, ഞങ്ങളുടെ അബദ്ധങ്ങളും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ നിൻ്റെ കാരുണ്യം കൊണ്ട് പുറത്ത് മാപ്പാക്കി തരണമേ നാഥ. അള്ളാഹുവെ, വിശുദ്ധ ഖുർആനെ ഏറ്റവും ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാൻ ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ റബ്ബേ. ഞങ്ങളുടെ കൂട്ടത്തിൽ പലജാതി രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന പലരുമുണ്ട്. പലരും പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെട്ടവരുണ്ട്. റഹ്മാൻ റബ്ബേ, അവരുടെയൊക്കെ രോഗങ്ങൾ പൂർണ്ണമായും ശിഫയാക്കി കൊടുക്കണമേ റബ്ബേ. മാരകമായ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെല്ലാം നീ കാത്ത് രക്ഷിക്കണമേ നാഥ. റഹ്മാൻ റബ്ബേ, നീ ഞങ്ങൾക്ക് നൽകിയ വലിയ നിഅമത്താണ് ഞങ്ങളുടെ ആരോഗ്യം. അതിന് ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾ നീ തുണക്കണമേ റബ്ബേ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഓരോ ദിവസവും പലരെയായി നീ തിരിച്ചു വിളിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട പലരും അവരുടെ കൂട്ടത്തിലുണ്ട്. ഞങ്ങളിൽ പലരുടെയും മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ഇണകൾ, മക്കൾ പലരുമുണ്ട്. റഹ്മാൻ റബ്ബേ, അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകണമേ നാഥ. അവരുടെ ബർസഖിയ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കണമേ നാഥ. അള്ളാഹുവെ, ഈ ദുനിയാവിൽ അവരുടെ ജീവിതകാലത്ത് അവർ ചെയ്ത സൽക്കർമ്മങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകി അവരെ നീ സന്തോഷിപ്പിക്കണമേ റബ്ബേ. അള്ളാഹു, അവരുടെ എല്ലാ ദോഷങ്ങളും നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണമേ റബ്ബേ. അള്ളാഹു, ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, ഞങ്ങളുടെ മക്കളിൽ നിന്ന് കൺകുളിർമ പ്രദാനം ചെയ്യണമേ നാഥ. അള്ളാഹുയെ, സ്വാലിഹികളായ മക്കളെ നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ റബ്ബേ. അള്ളാഹുയെ, ദീനുൽ ഇസ്ലാമിൻ്റെ ഇസ്സത്തിന് കോട്ടം തട്ടുന്ന എല്ലാ പ്രവർത്തികളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെ നീ കാത്തു രക്ഷിക്കണമേ റബ്ബേ. അള്ളാഹുയെ, ഞങ്ങളോട് കരുണ കാണിക്കുന്ന സത്യസന്ധരായ നീതിമാന്മാരായ നല്ല ഭരണാധികാരികളെ നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ നാഥ. അതിക്രമകാരികളായ അനീതിയുടെയും അഴിമതിയുടെയും അധർമ്മത്തിൻ്റെയും വംശീയതയുടെയും ഒക്കെ വക്താക്കളായ മുഴുവൻ മർദ്ദക ഭരണകൂടങ്ങളിൽ നിന്നും ഞങ്ങളുടെ എല്ലാ നാടുകളെയും നീ മോചിപ്പിക്കണമേ അള്ളാഹുവെ, ഞങ്ങളുടെ സഹോദരങ്ങൾ ഫലസ്തീനിൻ്റെ മണ്ണിൽ കടുത്ത പീഡനങ്ങൾക്കിരയാവുകയാണ്. അവർ ജനിച്ച മണ്ണിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ പൊരുതിക്കൊണ്ടിരിക്കുന്നത്. റഹ്മാൻ റബ്ബേ, അവരുടെ ആ നാടിൻ്റെ സ്വാതന്ത്ര്യം നീ യാഥാർത്ഥ്യമാക്കണമേ നാഥ. അവരുടെ പാദങ്ങളെ, ഞങ്ങളുടെ സഹോദരങ്ങളുടെ പാദങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണമേ നാഥ. അവർക്ക് നീ വിജയം നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അള്ളാഹുവെ, അവരെ കൊടിയ പീഡനങ്ങൾ കൊണ്ട് നിഷ്കാസനം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശത്രുക്കളുടെ എല്ലാ കുതന്ത്രങ്ങളും നീ പരാജയപ്പെടുത്തണമേ നാഥ. റബ്ബന ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബന ഗ്ഫിർ ലനാ ദുനൂബനാ വലിഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. അല്ലാഹുമ്മ ആതി നുഫൂസനാ തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ
أنت وليها ومولاها يا رب العالمين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.